പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മളുടെ ശനിയാഴ്ച ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മാതാവിന് സമർപ്പിക്കപ്പെട്ട പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലെ പൂർവീകരുടെ മാസമാണല്ലോ നവംബർ മാസം. നമ്മ വഴി ജവമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ വലിയ ഒരു അനുഗ്രഹമായി പൂർവീകർക്ക് കൃപ ലഭിക്കുന്നു മാത്രമല്ല, സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കുന്നു മാത്രമല്ല, പൂർവീകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളിലെ ഈ ലോകത്തിൽ തന്നെ ദൈവം പ്രകടമായ വിധത്തിൽ അവരുടെ കുടുംബങ്ങളിലെ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്നത് പ്രിയ സഹോദരങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജവമാലയൊക്കെ ചൊല്ലി, സമ്പൂർണ്ണ ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിറങ്ങിയേക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 37:23. അവിടെ വചനം വെളിപ്പെടുത്തിയാണ്, മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. അതായത് കർത്താവ്, നമ്മൾ പ്രിയ കർത്താവാണ് എന്നെ നയിക്കുന്നത്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവന്റെ വഴി കൃത്യമായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറില്ലേ, ഒരു ഘട്ടത്തിൽ ഒരു തലമുറ ഭയങ്കര സമ്പന്നര്, മറുതലമുറ തീർത്തും ദരിദ്രര്, വീണ്ടും സമ്പന്നര്, വീണ്ടും ദരിദ്രര്. ഇനി സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമാധാനം ഉണ്ടാവില്ല. അതേസമയം തന്നെ ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുമ്പോൾ അത് തലമുറകളിലേക്ക് ഉയർത്തും. അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാകും. എന്തുണ്ടായിട്ടും സഹോദരങ്ങളെ, ആനന്ദവും സമാധാനവും ഇല്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുക്കിലേക്ക് ഒരു കോടീശ്വരനായ മനുഷ്യൻ, കോടീശ്വരനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ, എനിക്ക് അച്ഛക്ക് ഇതൊന്നും വേണ്ട, സമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങാൻ പറ്റിയിരുന്നുവെങ്കിൽ. ഞാനപ്പോൾ ചിന്തിക്കരുത്, ദൈവമേ, ഞാനപ്പോൾ ഈ കോടീശ്വരനേക്കാളും ഭാഗ്യവാൻ ഞാനാണ്. കാരണം ഞാൻ എല്ലാ രാത്രിയും വളരെ സമാധാനം കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 4 മണി ഒക്കെ ആകുമ്പോഴാണ് പിന്നെ ഇവിടെ കണ്ണു തുറക്കുന്നത്. ദൈവമേ, അങ്ങയുടെ, ഞങ്ങളുടെ മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. എനിക്ക് അനർത്ഥങ്ങളും ചിലപ്പോൾ അപ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്നും കർത്താവ് അറിയാതെ അല്ല വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിശ്വാസത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഈ മക്കളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.